സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം മഴയുടെ ഇതിലൊരു തടസ്സപ്പെട്ടു. നമ്മളോടൊപ്പം നമ്മളോടൊപ്പം പ്രമോദ് പയ്യന്നൂർ അദ്ദേഹം ഒരു ഫംഗ്ഷനിലാണ് ഉണ്ടായിരുന്നത്. ആ ഒരു തിരക്കിന്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പൊ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് ആസൂത്രണം ചെയ്യുമ്പോഴും അതിന്റെ ഇതൊന്നും നമുക്ക് പലപ്പോഴും ചില പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് കണക്കാക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ഇത് നമ്മളെല്ലാം ഓരോ ദൂരങ്ങളിലാണ് ഇരിക്കുന്നത്. അവിചാരിതമായിട്ട് വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനെല്ലാം എല്ലാവരോടും ഈ നാടകത്തിനെ സ്നേഹിക്കുന്ന, സപ്തരാഷ്ട്രീയെ സ്നേഹിക്കുന്ന, പുരോഗമന പ്രവർത്തനത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കേണ്ട നമ്മള് നാടക പ്രവർത്തനം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തന മേഖലയായിട്ട് ജനസംസ്കൃതിയുടെ മുഖമുദ്രയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഈ തന്നെയാണ്. ഈ ഒരു സമയം എന്നുള്ളത് നമുക്ക് നാടകത്തിനെ കുറിച്ച് സംവദിക്കാൻ. രഘുവേട്ടനൊന്ന് മ്യൂട്ട് ചെയ്യോ? നാടകത്തിനെ കുറിച്ച് സംവദിക്കാനും അതുപോലെ തന്നെ ഇത്തരം ഈ ഒരു പുരോഗമന സാംസ്കാരിക നാടക പ്രവർത്തനം എന്നുള്ളത് ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ എങ്ങനെയാണ് കുറിച്ച് വിശദമായിട്ട് നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ട് പ്രശസ്ത സംവിധായകനും അതുപോലെ തന്നെ ഭാരത് ബാൻഡ് സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ പ്രമോദ് പയ്യന്നൂരുണ്ട്. അദ്ദേഹത്തിനെ ജനസംസ്കൃതി പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സംസ്കൃത പ്രസിഡന്റ് ശ്രീ വിനോദ് കമാള് ബാക്കി ഇവിടെ ഈ ഒരു ഇന്ററാക്ഷനിലെ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ നാടക പ്രവർത്തകരെയും, എല്ലാ സംഘടനാ പ്രവർത്തകരെയും, എല്ലാ പുരോഗമന സാംസ്കാരിക പക്ഷത്ത് നിൽക്കുന്ന മാനവികതയുടെ കാവലായിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും, എല്ലാ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇതില് സപ്തരാഷ്ട്രീ തെരുവിന്റെ തീക്കനലായിട്ട് തെരുവ് നാടകത്തിലൂടെ തെരുവ് നാടകത്തിലൂടെ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച്, അല്ലെങ്കിൽ ആ ഒരു നാടകം കളിക്കുന്ന സമയത്ത് തന്നെ രക്തസാക്ഷിയായിട്ടുള്ള സബ്ദറിന്റെ ധീരസ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടർ നടപടികൾ നിയന്ത്രിക്കാനായിട്ട് പ്രസിഡന്റ് ശ്രീ വിനോദ് കമാളത്തിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അഭിവാദങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ പ്രമോദ് പയ്യന്നൂര് ഒരു അവാർഡ് ഫംഗ്ഷനിലായിരുന്നു, അതിന്റെ ജൂറിയുടെ ചെയർമാൻ ആണ്. അപ്പൊ അത് കാരണം തന്നെ തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് ലേറ്റ് ആയത്. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാനാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. അതുപോലെ സാംകുട്ടി തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണ്ടായിരുന്നു. 6-7 മണിക്കൂറാണ് ഫ്ലൈറ്റ് ഡിലേ ആയത്. അപ്പൊ അത് കാരണമായിരിക്കും തീർച്ചയായിട്ടും. നമ്മുടെ 33ാമത് സപ്തരാഷ്ട്രീ നാടകോത്സവമാണ് ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത്. അത് ഓഗസ്റ്റ് 11-ന് മുതിർന്നവരുടെ വിഭാഗത്തിലും അതുപോലെ സെപ്റ്റംബർ 1-ന് കുട്ടികളുടെ വിഭാഗത്തിലും അണിയറയിലും സ്റ്റേജിലും ഒക്കെ ആയിട്ട് 600-ലധികം പ്രവർത്തകര്, നാടക പ്രവർത്തകര് ഡൽഹി NCR മേഖലയിൽ പങ്കെടുക്കുന്നതാണ്. ഇവിടെ പങ്കെടുത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ദേശത്തും വിദേശത്തൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇപ്പോഴും നാടക പ്രവർത്തനങ്ങളായി നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മൾ പ്രമോദ് പയ്യന്നൂരിന്റെ സംസാരം കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവർ, ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തുകയാണ്. നേരത്തെ പ്രിയപ്പെട്ട വിനോദ്ജിയും അതുപോലെ തന്നെ നമ്മുടെ പ്രസാദും ഒക്കെ പറഞ്ഞതുപോലെ ഞാൻ പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ചലച്ചിത്ര ടെലിവിഷൻ അവാർഡ് നടക്കുകയായിരുന്നു ഇന്നിവിടെ. അപ്പൊ അതിനോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനത്തിനും നാടകരംഗത്തും കഥാപ്രസംഗ രംഗത്തും ഒക്കെ ഉള്ളവർക്ക് പുരസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ ജൂറി ചെയർമാൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ആ വേദിയിൽ നിൽക്കുമ്പോൾ അതിൽ മറ്റ് ജനപ്രതിനിധികളൊക്കെ ഉള്ള ഒരു ചടങ്ങിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയില്ല. അപ്പോഴും മനസ്സ് ജനസംസ്കൃതിയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പറക്കുകയായിരുന്നു. കാരണം ജനസംസ്കൃതി എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു സംഘടനയാണ്. നമ്മളുടെ സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത് ഏറ്റവും പ്രബുദ്ധമായിട്ടുള്ള ചുവടുവെപ്പുകൾ ഞാൻ അറിഞ്ഞ കാലം മുതൽ നടത്തി വരുന്ന, എനിക്കേറെ പ്രിയപ്പെട്ട, ഒരുപക്ഷെ ജനസംസ്കൃതിയെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാറുള്ളത്. ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത് സഫ്ദർ ഹഷ്മി എന്ന് പറയുന്ന നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കലാകാരനെയാണ്, സഖാവിനെയാണ്, കവിയെയാണ്. മനുഷ്യത്വം നെഞ്ചേറ്റ് നടന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ, നടൻ, ആക്ടിവിസ്റ്റ്, അതുപോലെ തന്നെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് ഒരിക്കലും മുറവിളി കൂട്ടാതെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അടരാടിയ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകളെ, അത്തരം ഒരു ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നാടക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സപ്തരശ്മിയെ അത്രമേൽ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ ഹല്ലാബോൽ പലയാവർത്തി വായിക്കുകയും ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ
സപ്തരശ്മിയുടെ ഒരു വേർപാട് സത്യത്തിൽ സമകാല ഇന്ത്യൻ സാഹചര്യത്തിൽ എത്രത്തോളം നമുക്ക് അപകടകരമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം അപകടകരമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ മറ്റൊരു രീതിയിൽ ജനകീയ പ്രതിരോധത്തിന്റെ നാടകം എന്ന് പറയുന്ന തെരുവരങ്ങിന്റെ കനലുമായിട്ട് അദ്ദേഹം നേരിടുമായിരുന്നു. അങ്ങനെ ഒരു പ്രതിഭ 30 വയസ്സ് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ വിയോഗം, അതും കോർപ്പറേറ്റ് ശക്തികളുടെ തോക്കിൻമുനയും അതുപോലെ തന്നെ അവരുടെ ഗുണ്ടായുസത്തിന്റെ ഒക്കെ മുന്നിൽ ഇരയായി ഒരാൾ പിടഞ്ഞൊടുങ്ങുമ്പോൾ അത് മലയാളത്തിന്റെ ഒരുപാട് നാടകക്കാരെ വലിയ ആഴത്തിൽ വേദനിപ്പിച്ച കാര്യമാണ്. കാരണം സപ്തരശ്മി എന്ന് പറയുന്നത് മലയാളികൾക്ക് നമ്മളിൽ ഒരാൾ എന്നുള്ള രീതിയിൽ അത്രമേൽ പ്രിയപ്പെട്ട ഒരാളാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സപ്തരശ്മിയുടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നാടക പ്രവർത്തകരായാലും സാംസ്കാരിക പ്രവർത്തകരായാലും അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുന്നതിന് ഒരു ഊർജമുണ്ട്, അതിൽ ഒരു തീയുണ്ട്. ആ തീ സപ്തരശ്മി ഡൽഹിയിൽ കൊളുത്തിയ തീയാണ്. തെരുവരങ്ങിൽ ജനനാട്യമഞ്ചിലൂടെയൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയ ഒരാൾ. ജനങ്ങളുടെ എന്താണ് മനുഷ്യർ ചെയ്യേണ്ടത്, മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഉള്ളവരെ മനുഷ്യരാക്കി തീർക്കാനുള്ള മഹത്തായ ദൗത്യമാണ് ജനങ്ങൾ ഓരോ കലാകാരനും നിറവേറ്റേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കലാകാരനായിരുന്നു സഫ്ദർ ഹാഷ്മി. നമ്മുടെ ബത്തോട് ബത്തിനെയൊക്കെ കോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, ലോകത്തെ വ്യാഖ്യാനിക്കുന്ന തത്വജ്ഞാനികളുടേതല്ല, ലോകത്തെ മാറ്റിമറിക്കുന്ന തത്വജ്ഞാനികളുടേതാണ് നാടകവേദി എന്ന്. അങ്ങനെ പറയുന്ന ഒരു തിയറിക്ക് മുന്നിൽ ഒരാൾ രൂപം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് സഫ്ദർ ഹാഷ്മിയാണ് എന്ന് നമുക്ക് എടുത്തു പറയാം. ഒരു പ്രതിഷ്ഠ എന്നുള്ള രീതിയിലല്ല, സഫ്ദർ ഹാഷ്മി ഒരു ആൾരൂപം ആയി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അരങ്ങിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്. അരങ്ങ് എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അരങ്ങ്, സാധാരണക്കാരന്റെ ശ്വാസനിശ്വാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ നേരിടാൻ പോകുന്ന വലിയ ആപത്തുകളെ വെളിപാട് പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു വലിയ കലാകാരന്റെ ഓർമ്മയാണ് ഇപ്പോ നമ്മുടെ ജനസംസ്കൃതി മുന്നോട്ട് വെക്കുന്നത്. ജനസംസ്കൃതി ഇതിനു മുമ്പേ സപ്തരശ്മിയുടെ ഓർമ്മകൾ പലതവണ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈയിടെ ഒരു 6 മാസം മുമ്പേ ഡൽഹിയിൽ പോയപ്പോഴും മലശ്രീ ഹാഷ്മിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള നാടകം വലിയൊരു ആവേശത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ കണ്ട് നിന്നത്. അന്ന് പ്രസാദും വിനോദും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ സപ്തരശ്മിയെ കുറിച്ചിട്ട് എനിക്ക് കിട്ടിയ എന്റെ ഈ ആരാധന കൊണ്ടായിരിക്കാം, സപ്തരശ്മി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനോടുള്ള വലിയ പ്രീതി കൊണ്ടായിരിക്കാം എനിക്കൊരു സൗഭാഗ്യമുണ്ടായത്. ഹല്ലാബോൽ എന്ന് പറയുന്ന സഫ്ദർ ഹാഷ്മിയുടെ മരണവും ജീവിതവും സുധൻവ ദേശ്പാണ്ഡെ എന്ന അദ്ദേഹത്തിന് ഒപ്പം നടന്ന വലിയ കലാകാരന്റെ, അദ്ദേഹത്തിനെയും ഡൽഹിയിൽ പോയപ്പോൾ കാണാൻ സാധിച്ചു, ഒരുപാട് നേരം സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം ചിന്താ ബുക്സിന് വേണ്ടിയിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ഒരു ഭാഗ്യം സിദ്ധിച്ചിരുന്നു. അപ്പം സപ്തരശ്മിയുടെ ജീവിതത്തിനൊപ്പം തന്നെ ഇങ്ങനെ മനസ്സ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. സപ്തരശ്മി എത്ര ചടുലമായിട്ടാണ് തന്റെ ജീവിതത്തെ അരങ്ങിന്റെ തീയിലൂടെ കനലിലൂടെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ഓർത്തുപോയിട്ടുണ്ട്. കാരണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ദൃഢനിശ്ചയമുള്ള ഒരു ചെറുപ്പക്കാരൻ, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തികഞ്ഞ പ്രത്യയശാസ്ത്ര ബോധത്തിന്റെ ഉൾക്കരുത്തുമായിട്ട് മുന്നോട്ട് പോയ ഒരു ചെറുപ്പക്കാരൻ. CPM എന്ന് പറയുന്ന സംഘടനയുടെ എല്ലാ ഉശിരും നെഞ്ചേറ്റിക്കൊണ്ട് പ്രതിരോധിക്കേണ്ടതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പറയുവാനാണ് സപ്തരശ്മി തേർഡ് തിയേറ്റർ, സ്ട്രീറ്റ് തിയേറ്ററിന്റെ ഒക്കെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയത്. സപ്തരശ്മിയുടെ നിര്യാണത്തിന് ശേഷം അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചതിന് ശേഷം 1989 ജനുവരി 3 നടന്ന ശവമടക്ക് ചടങ്ങുകൾക്ക് ശേഷം 1989 ജനുവരി 4 ഒരു പ്രകടനം നടന്നു. ആ പ്രകടനം നടന്നതിലെ ഒരു ഭാഗം ഞാൻ തന്നെ തർജ്ജമ ചെയ്തതായതുകൊണ്ട് അതിവിടെ വായിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് തോന്നുന്നു. സഫ്ദറുടെ മരണം കഴിഞ്ഞ് 48 മണിക്കൂറിനകം നിർത്തിവെച്ച നാടകം അതേ സ്ഥലത്ത് ഞങ്ങൾ കളിച്ചു. ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു അവതരണമായിരുന്നു അത്. 6 മണിക്ക് ഞങ്ങൾ തൽക്കത്തോറ റോഡിലെ CITU കേന്ദ്ര ഓഫീസിനടുത്തുള്ള പുൽത്തകിടിയിൽ തെരുവ് നാടക
റിഹേഴ്സൽ ആരംഭിച്ചു. തടസ്സപ്പെട്ട സമയത്തുണ്ടായിരുന്ന അഭിനേതാക്കൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ഒരു മാറ്റമുണ്ടായി. വിനോദിന് അന്ന് ഒരു തൊഴിലഭിമുഖം ഉണ്ടായിരുന്നു. അയാളുടെ നിലപാട് മനസ്സിലാക്കിയ ഞാൻ അയാളെ മാറ്റാൻ തീരുമാനിച്ചു. ജനുവരി 1 ഞാൻ ഖണ്ഡാപൂരിൽ ഉണ്ടായിരുന്നത് യാദൃശ്ചികമായിരുന്നു. വീണ്ടും ഞാൻ ഇതാ കളിക്കാൻ ഇറങ്ങുന്നു. സുധൻവ ദേശ്പാണ്ഡെ വളരെ സത്യസന്ധമായി ആ അനുഭവം തുടർന്നിങ്ങനെ വിവരിക്കുന്നു. ഞങ്ങൾ വേഗം റിഹേഴ്സൽ പൂർത്തിയാക്കി. എല്ലാം ബിസിനസ് സ്വഭാവത്തോടെ ആയിരുന്നു. കളിക്കുന്നതിന് മുൻപ് ആമുഖ വാക്കുകൾ ഞാൻ തന്നെ പറയണം എന്നായി തീരുമാനം. ഞങ്ങൾ ഒരു വാടക വണ്ടിയിൽ കയറി. മാണ്ഡി ഹൗസിലെത്തുമ്പോൾ മറ്റനേകം ബസ്സുകളിൽ ആൾക്കാർ ഖണ്ഡാപൂരിലേക്ക് വരുന്നതായി അറിഞ്ഞു. 15ലധികം ബസ്സുകൾ ഞാൻ എണ്ണി. മിക്ക ബസ്സുകളിലും നിൽക്കാൻ പോലും ആകാത്ത വിധം ആൾക്കാരെ കുത്തി നിറച്ചിട്ടുണ്ട്. 100 കണക്കിന് തൊഴിലാളികൾ ഖണ്ഡാപൂരിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവരിലധികം പേരും നടന്മാരും എഴുത്തുകാരും ആക്ടിവിസ്റ്റുകളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ്. അവിടെ ഇല്ലാതിരുന്ന ഒരാൾ സുഹൈൽ മാത്രം. പത്രപ്രവർത്തകരിൽ നിന്നും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന ഫോണുകൾ എടുക്കുന്നതിന് വേണ്ടി പാർട്ടി ഓഫീസിൽ അയാൾ നിയോഗിച്ചിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. എന്നാൽ പത്രപ്രവർത്തകരെല്ലാം വേദിക്കരികിൽ ഉണ്ടായിരുന്നതിനാൽ സുഹൈലിന് ഒരു കോൾ പോലും എടുക്കേണ്ടി വന്നില്ല. ഞങ്ങൾ ആദ്യമായി ഒരു നിശബ്ദ ജാഥ അതിനു ചുറ്റും നടത്തി. റാം ബഹദൂറിന്റെ വീട് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സന്ദർശിച്ചു. 1 വർഷം മുമ്പ് വിവാഹിതനായ അദ്ദേഹത്തിന് ഏകദേശം 2 മാസത്തോളം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. മാല ആ യുവതിയെയും കുഞ്ഞിനെയും ആശ്വസിപ്പിച്ചുകൊണ്ടും ധൈര്യം പകർന്നുകൊണ്ടും കുറെ നേരം അവിടെ ഉണ്ടായിരുന്നു. സഫ്തറിന്റെ പഴയ സുഹൃത്ത് അവിടെ 2 പാട്ടുകൾ പാടി. എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു കുറിപ്പ് എഴുതുമ്പോ അദ്ദേഹം എത്തിച്ചേരുന്നത് ഈ ആ സ്ഥലത്ത് അന്ന് നാടകം അവതരിപ്പിച്ചതിന്റെ വലിയ ഉശിരാണ് അവിടെ അദ്ദേഹം തുടർന്ന് മുന്നോട്ട് വെക്കുന്നത്. അടുത്ത ദിവസം രാജ്യത്തുള്ള പ്രധാന പത്രങ്ങളുടെ എല്ലാം മുൻപേജിൽ നാടകത്തിന്റെയും മാലയുടെയും പ്രകടനത്തിന്റെ ചിത്രങ്ങളായിരുന്നു. സഫ്തർ മരിച്ചു വീണ അതേ സ്ഥലത്ത് നാടകം നടത്തിയ മാലയുടെ പ്രവൃത്തി വലിയൊരു ഉത്തേജനമായി മാറി. തുടർന്നുള്ള ദിവസങ്ങളിൽ എവിടെയും എതിർപ്പുകളും പ്രതിഷേധങ്ങളും അരങ്ങേറി. മാല ബോംബെ, ത്രിപുര, കേരളം തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് വൻ ജനാവലിയെ അഭിസംബോധന ചെയ്തു. ജനുവരി അവസാനം അവൾ കൽക്കത്തയിലേക്ക് പോയി. ബോലിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നാടകം നടക്കുമ്പോൾ സഫ്തറിന് മരണാനന്തര ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകാൻ തീരുമാനിച്ചതായി അറിഞ്ഞു. ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ ഇരമ്പിക്കയറ്റം തന്നെ ഉണ്ടായി. ഇങ്ങനെ സഫ്തർ ഹാഷ്മിയുടെ ഒരു മരണത്തിന് ശേഷവും അദ്ദേഹം നാടകങ്ങളിലൂടെ തന്നെ അദ്ദേഹം എന്താണ് ജനങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്, ജനങ്ങളിൽ നിന്ന് പഠിച്ചത് ജനങ്ങളെ പഠിപ്പിക്കുക എന്ന് ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞത് ബർത്തോട്ട് ബ്രഹ്ത് എന്ന് പറയുന്ന മാർക്സിയൻ ചിന്തകനും നാടക പ്രയോക്താവുമാണല്ലോ. ഇത്തരം ചിന്തകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ തീച്ചൂള നെഞ്ചേറ്റിക്കൊണ്ട് നടന്ന ഒരു നാടക കലാകാരൻ തന്റെ തിയേറ്റർ സങ്കല്പങ്ങളിലും നിറയെ ജനങ്ങളോടുള്ള സ്നേഹമാണ് കരുതി വെച്ചത്. നമുക്കറിയാം, ഈ വർഷം നമ്മളിപ്പം സപ്തരശ്മിയുടെ ഒരു മരണത്തിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ പല ആണ്ടുകൾ കഴിഞ്ഞ് സപ്തരശ്മി പല രീതിയിൽ അനുസ്മരിക്കപ്പെട്ട് നമ്മുടെ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ എന്തിനും ഏതിനും അതിരുകൾ തീർക്കുന്ന ഫാസിസം നമ്മുടെ ജീവിതത്തെ കടലെങ്ങനെയാണോ കരയെ കാർന്നു തിന്നുന്നത് അതുപോലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഇന്ത്യൻ സാഹചര്യത്തിൽ സഫ്തർ ഹാഷ്മി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഏത് നാടകക്കാരനും നെഞ്ചു പൊള്ളുന്ന രീതിയിൽ ആലോചിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ സഫ്തർ ഹാഷ്മിയെ കുറിച്ച് പറയുമ്പോൾ ഈ വർഷത്തെ നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റുമായ യോൺ ഒലാവ് ഫൊസയെ കുറിച്ച് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം യോൺ ഒലാവ് ഫൊസെ നമുക്കറിയാം, നോർവീജിയൻ നാടകരംഗത്ത് നമ്മൾ യോൺ ഒലാവ് ഫൊസയെ കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ കേൾക്കുന്നത് എന്ന പേരുണ്ട്, ഇബ്സൻ. ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള നാടകകൃതിയിലൂടെ ലോക സ്ത്രീത്വത്തിന്റെ സ്വാതന്ത്ര്യം ഉറക്കെ പ്രഖ്യാപിച്ച് രംഗഭാഷയിലൂടെ അതിന് കൂടുതൽ തിളക്കവും മിഴിവുമേകിയ ഇബ്സന് ശേഷം നോർവീജിയയിൽ നിന്ന് വന്ന നോവലിസ്റ്റും നാടകകൃത്തിനുമാണ് കഴിഞ്ഞ വർഷം 2013 നൊബേൽ പ്രൈസ് ലഭിച്ചത് എന്ന് നാടകക്കാരായ നമുക്കൊക്കെ ഈ സഫ്തർ ഹാഷ്മിയെ ഓർത്തെടുക്കുന്ന ദിനത്തിൽ അഭിമാനത്തോടെ പറയാവുന്നതാണ്. ഞാൻ ഇവിടെ പറയുന്നത് യോൺ ഒലാവ് ഫൊസെ എന്ന് പറയുന്ന മനുഷ്യൻ മുന്നോട്ട് വെക്കുന്ന, എഴുത്തുകാരൻ മുന്നോട്ട് വെക്കുന്ന, സർഗപ്രതിഭ മുന്നോട്ട് വെക്കുന്ന ആശയവും സഫ്തർ ഹാഷ്മിയുമായിട്ട് കൂട്ടിയിണക്കി പോകാവുന്നതാണ്. സഫ്തർ അന്ന് കണ്ട സ്വപ്നങ്ങൾ ഹല്ലാബോലിലൂടെ ഉറക്കെ സമൂഹത്തിന്റെ നീതികേടിനോട് പ്രതികരിച്ച സഫ്തർ ഹാഷ്മിയുടെ ഉശിരിന്റെ കനൽ പല രീതിയിലും
നമ്മുടെ യോൺ ഒലാവ് ഫൊസെ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള നാടക രചയിതാവിന്റെ ചിന്തകളിലുണ്ട്. ബാല്യകാലത്തൊക്കെ ഒരു ആക്സിഡന്റിൽപ്പെട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഒറ്റപ്പെടലും ഏകാന്തതകളിലും ഒക്കെ ഇരുന്ന് ഒരുപാട് ജീവിതത്തിന്റെ ക്രൈസിസിലൂടെ കടന്നുപോയ ഫൊസെ നിലകൊണ്ടതും മറ്റൊരു കോർപ്പറേറ്റ് ശക്തികളുടെ കൂടെയോ മറ്റു മുതലാളിത്ത കക്ഷികളുടെ കൂടെയോ ഒന്നുമല്ല. തന്റെ കല ഉപയോഗപ്പെടുത്തിയത് നിസ്വവർഗത്തിന് വേണ്ടിയിട്ടാണ്. എവിടെയാണ് മനുഷ്യർ ഒറ്റപ്പെടുന്നത്, അവർക്ക് കൈത്താങ്ങാകുവാൻ വേണ്ടിയിട്ട്, അവർക്ക് തണലായി നിന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. കലയിലൂടെ, സാഹിത്യത്തിലൂടെ നമുക്ക് നിസ്വവർഗത്തിന്റെ കണ്ണീരൊപ്പാം, നമുക്ക് ഉശിരോടെ പ്രതിരോധത്തിന്റെ കരുത്തുമായി മുന്നോട്ട് പോകാമെന്ന് നോവലിലൂടെയും നാടകത്തിലൂടെയും ശക്തമായി പറയുന്ന, എഴുതുന്ന യോൺ ഒലാവ് ഫൊസെ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഈ വർഷത്തെ ലോക നാടക ദിന സന്ദേശത്തിൽ പറയുന്നത് കല പലപ്പോഴും സമരം ചെയ്യുന്നത് യുദ്ധത്തിന് എതിരെയാണ്. യുദ്ധം എന്ന് പറയുന്ന, വെറുപ്പ് എന്ന് പറയുന്ന, അതിരുകൾ തീർക്കുന്ന, വളർത്തിയെടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എതിരായി നിന്നുകൊണ്ട് പൊരുതുവാനും ജനങ്ങളോട് ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏത് രീതിയിലാണോ ജനങ്ങൾക്ക് ജനകീയമായിട്ട് മുന്നോട്ട് പോകാവുന്ന, മനുഷ്യത്വപരമായിട്ട് മുന്നോട്ട് പോകാവുന്ന, അതിരുകളില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുവാൻ കഴിയുക, അതിനു വേണ്ടിയിട്ട് പടപൊരുതാൻ വേണ്ടിയിട്ട് യോൺ ഒലാവ് ഫൊസെയും അദ്ദേഹത്തിന്റെ ദർശനങ്ങളിലൂടെ പറയുന്നു. ഫൊസെ എടുത്തു പറയുന്ന കാര്യം, ഒരു ലോകതത്വം പോലെ എടുത്തു പറയുന്ന കാര്യം സർഗാത്മകതയാണ് സമാധാനം എന്നാണ്. സർഗാത്മകത ഒരു പടപൊരുതലായിട്ടും സമരമായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീതി നിർവഹണമായിട്ടും ഉപയോഗിക്കുന്നതിന് ഒപ്പം തന്നെ ഫൊസെ പറയുന്നത് സർഗാത്മകതയിലൂടെയാണ് ജനങ്ങളിലേക്ക് സമാധാനവും സമഭാവനയും മാനവികതയും നിലനിർത്തുവാൻ കഴിയുക. അതിലൂടെയാണ് സഹിഷ്ണുതയുടെ പുതിയ ലോകം ഉണരുക എന്ന് യോൺ ഒലാവ് ഫൊസെ പറയുന്നു. സഫ്ദർ ഹഷ്മിയും അത്തരം ഒരു ലോകത്തിന് വേണ്ടി പടപൊരുതിയ ഒരാളാണ്. അരങ്ങിലെ തീ എന്ന് പറയുന്നത് സഫ്ദറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പച്ച നിറങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്ന, കടും പച്ച നിറങ്ങളെ അത്രമേൽ സ്നേഹിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും പച്ചപ്പുണ്ടായിരുന്നു. അത് സ്നേഹത്തിന്റെ, മാനവ സ്നേഹത്തിന്റെ കരുത്താർന്ന പച്ചയായിരുന്നു. ആ പച്ചയിൽ ഒരു കൂട്ടിക്കലർത്തലുമില്ലാതെയാണ് സഫ്ദർ തന്റെ കലാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. സഫ്ദറിന്റെ ഓരോ കാര്യങ്ങളും നമ്മളിവിടെ എടുത്ത് പറയുന്ന സമയത്ത് അദ്ദേഹം ഈ തേർഡ് തിയേറ്ററിന് വേണ്ടിയിട്ട് എഴുതി വെച്ച ഒരുപാട് പുസ്തകങ്ങളുണ്ട്. തെരുവ് നാടകത്തെ കുറിച്ച്, അതിന്റെ സ്വഭാവം, രീതി, രാഷ്ട്രീയം എന്നിവയൊക്കെ സംബന്ധിച്ച് ജനം ഗ്രൂപ്പിൽ നിരന്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട് ആയിരുന്നു എന്ന് സുധൻവാ ദേശ്പാണ്ഡെ പറയുന്നു. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്. സഫ്ദറിന്റെ ഇതിനെ, പക്ഷേ ഈ ചർച്ചകളെയൊക്കെ അക്കാഡമിക്കലായിട്ടുള്ള പല രീതിയിലുള്ള അഭിനേതാക്കളുടെ, സാങ്കേതിക പ്രവർത്തകരുടെ അനുഭവങ്ങളുടെ സാക്ഷ്യം ലിഖിത രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യതയോടെ എഴുതി, രാപ്പകൽ ഉറക്കമില്ലാതെ എഴുതി, അതിനു വേണ്ടിയിട്ട് ഒരു വലിയ ഒരു വെളിച്ചപ്പാടിനെ പോലെ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയ ഒരാളായിരുന്നു സഫ്ദർ എന്ന് സുധൻവാ ദേശ്പാണ്ഡെ പറയുന്നുണ്ട്. കാരണം അത്രമേൽ ആ കലയെയും അതിന്റെ അക്കാഡമിക് കാര്യങ്ങൾ നിലനിൽക്കണമെന്നും ആഗ്രഹിച്ച ഒരാളാണ് സഫ്ദർ ഹാഷ്മി. പ്രായോഗികമായിട്ട് കലയെ എങ്ങനെ പ്രയോഗിക്കണം എന്നറിയുന്നതിന്റെ മർമ്മമറിഞ്ഞ ഒരാൾ, അതിന്റെ അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങളും അത്തരം ചിന്തകളെയും രേഖപ്പെടുത്തി വെക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സഫ്ദറിന്റെ നല്ല ഒരുപാട് പുസ്തകങ്ങൾ, കൺസെപ്റ്റ് ഓഫ് പീപ്പിൾ തിയേറ്റർ, അതായത് ജനകീയ നാടകവേദി സങ്കല്പം എന്ന് പറഞ്ഞ 1980 എഴുതിയത്. അതുപോലെ തന്നെ ദി എൻഹാൻഡസ് ആർച്ച്, പിന്നെ ദി ട്രഡിഷൻ ഓഫ് സ്ട്രീറ്റ് തിയേറ്റർ, ദി ഫസ്റ്റ് 10 years ഓഫ് സ്ട്രീറ്റ് തിയേറ്റർ തുടങ്ങി ഒരുപാട് പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളൊക്കെ പിന്നീടുള്ള നാടക പ്രയോക്താക്കൾക്ക്, അവർക്കൊക്കെ പാഠപുസ്തകം പോലെ ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു കാര്യമായിട്ട് മുന്നോട്ട് വന്നു. പ്രായോഗിക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ, ക്യാമ്പസുകളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, സഫ്ദർ ഹഷ്മിയെ ഇപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ, നമ്മൾ തെരുവ് നാടകത്തിൽ സഫ്ദർ ഹഷ്മി കൊണ്ടുവന്ന ചിന്തകൾ, രംഗചലനങ്ങൾ, അതുപോലെ തന്നെ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ജനങ്ങളോട് സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുവാനുള്ള ചങ്കൂറ്റം, അതൊക്കെ നമ്മുടെ സമകാലീന നാടകവേദിയിൽ
അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന് വേദനയോടെ പറയേണ്ടതുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ടായത് ഡൽഹിയിൽ പോയ സമയത്ത് ഇപ്പോഴും ജനനാട്യ മഞ്ചിന്റെ ഒക്കെ പ്രവർത്തകർ അവരിപ്പോഴും ആ ഉശിരും തീയും ഉള്ളിലിട്ടിക്കൊണ്ട് സപ്തരശ്മി എവിടെയൊക്കെയോ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രീതിയിലാണ് ഒരു രംഗഭാഷ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓരോ വാക്കും, ഓരോ സംഭാഷണങ്ങളും, ഓരോ രംഗചലനങ്ങളും അവരുടെ ശരീരഭാഷയിലൂടെ തീയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ട് മലയാളികൾ ഒരുപക്ഷെ എന്നല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെയും മറ്റ് ഇടതുപക്ഷ ചിന്തയുള്ള സാംസ്കാരിക സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഏറ്റവും ശക്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അരങ്ങുകൾ സജീവമായിരുന്ന മൈതാനങ്ങളും സ്കൂൾ കോമ്പൗണ്ടിനകത്തെ സ്ഥലങ്ങളും തെരുവിടങ്ങളും ഒക്കെ ഏറ്റവും ശക്തമായിട്ട് നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സപ്തരശ്മിയുടെ ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് എത്രമേൽ ശക്തമായിട്ടാണ് നമ്മൾ സാക്ഷരതാ പ്രവർത്തനം നടത്തിയത്, എത്രമേൽ ശക്തമായിട്ടാണ് നമ്മൾ ഇടതുപക്ഷ ആശയങ്ങളെ മുന്നോട്ട് വെച്ചത്, എത്രമേൽ കരുത്താർന്ന രീതിയിലാണ് നമ്മൾ മാനവികതയെ ഉയർത്തിപ്പിടിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അന്ന് ചെയ്ത ചില രീതികളുടെ അവതരണങ്ങളുടെ തുടർച്ച ഉണ്ടാവുന്നുണ്ട് എങ്കിലും സപ്തരശ്മി കൊളുത്തിവെച്ച തീയുടെ കരുത്ത് എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നില്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ജനസംസ്കൃതി പോലുള്ള സംഘടനകൾ, സപ്തരശ്മി എന്താണ്, നാടകകലയുടെ കരുത്ത് എന്താണ്, ജനകീയ നാടകവേദി എന്നും നമ്മളുടെ ചിന്തകളെ ഉഴുതുമറിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ നാടകവേദി പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാലത്ത് കർഷകരുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വെള്ളരി നാടകങ്ങൾ, വെള്ളരി കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ആ ഗ്രാമത്തിന്റെ പച്ചയായ ജീവിതത്തെ ഹാസ്യവും അതുപോലെ തന്നെ റിയാലിറ്റിയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് 14 നമ്പർ ചിമ്മിണി വിളക്കിന്റെയും കത്തിച്ചു വെച്ച പന്തത്തിന്റെയും വെട്ടത്തിൽ അരങ്ങ് തകർത്താടിയ നാടകങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ തുടക്കം. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് തമിഴ് പാഴ്സി നാടകങ്ങളൊക്കെ ഇവിടെയൊക്കെ കടന്നു വരുന്നു. കണ്ണൻ ജപ്പിക്കുന്ന നാടകങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഒക്കെ മുന്നോട്ട് വരുന്നു. അവിടുന്നുള്ള പൊളിച്ചെഴുത്ത് പോലെ മനുഷ്യന്റെ കഥ പറയുന്ന, പോരാട്ടത്തിന്റെ കഥ പറയുന്ന നവോത്ഥാന കാലത്തിന്റെ നാടകങ്ങൾ മുന്നോട്ട് വരുന്നു. ഈ നവോത്ഥാന കാലഘട്ടത്തിൽ പല രീതിയിൽ ഓരോ സമുദായത്തിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ശക്തമായിട്ട് ആവിഷ്കരിച്ച നാടകങ്ങൾ ഉണ്ടാവുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും, മൃദുമതിയും, മറക്കുടയ്ക്കുള്ളിലെ മഹാനരവും ഒക്കെ നമുക്കറിയാവുന്നതുപോലെ നമ്പൂതിരി സമുദായത്തിനു ഇടയിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങളെ, സ്ത്രീകൾക്ക് ലഭിക്കാത്ത സ്വാതന്ത്ര്യത്തെ ഒക്കെ ഏറ്റവും ശക്തമായിട്ട് അതേ സമുദായത്തിലെ തന്നെ പ്രതിഭാധനരായിട്ടുള്ള എഴുത്തുകാർ എഴുതി വെച്ചു. പ്രേംജിയും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ ഇത്തരം നാടകങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തരികയായിരുന്നു, വി ടി ഭട്ടതിരിപ്പാടും ഒക്കെ. അപ്പം ഈ നാടകങ്ങൾ അങ്ങനെ എഴുതപ്പെടുമ്പോൾ തന്നെ KT മുഹമ്മദ് എന്ന് പറയുന്ന കരുത്തനായിട്ടുള്ള മറ്റൊരു രചയിതാവ് നമ്മുടെ മുസ്ലിം സമുദായത്തിനിടയിൽ അനാചാരങ്ങൾ, ഇവിടെയും ഉണ്ട് അനാചാരങ്ങൾ, പൊളിച്ചെഴുതാനുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദം നാടകവേദിയിലൂടെ ഉയർത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഭൂമിയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത്രയേറെ അനാചാരങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന ഈ ഭൂമിയിൽ ഇത്തരം ജീവിതങ്ങളെ തിരുത്തി എഴുതേണ്ടതുണ്ട് എന്ന് ശക്തമായി സൃഷ്ടി, സ്ഥിതി, സംഹാരം പോലുള്ള നാടകങ്ങൾ കൂടി എഴുതിയ KT മുഹമ്മദ് അത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതേപോലെ തന്നെ നമ്മളിപ്പോ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മലബാർ നാടകവേദി ഇജ്ജ് നല്ല മനുഷ്യനാവാൻ നോക്കി എന്ന് പറയുന്ന നാടകം, അതുപോലെ തന്നെ ചെറുകാടിന്റെ നമ്മളൊന്ന് എന്ന് പറയുന്ന നാടകം, ഇങ്ങനെയുള്ള നാടകങ്ങൾ, കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകം നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? കൂട്ടുകൃഷി ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകം മതത്തിനും ജാതിക്കും നിറത്തിനും മണത്തിനും ഒക്കെ അപ്പുറത്തേക്ക് മനുഷ്യർ ഒന്നിച്ച് കൂട്ടുകൃഷി ചെയ്ത് സമമായി പങ്കിട്ട് ജീവിക്കുന്ന സമഭാവനയുടെ സമത്വസുന്ദരമായ ഒരു ലോകത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെയുള്ള ഒട്ടേറെ പേര് അതേസമയം തന്നെയാണ് ഈ ജനകീയ നാടകവേദിയുടെ ഇറ്റയുടെയൊക്കെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് KPSC എന്ന് പറയുന്ന ജനകീയ നാടകവേദി തോപ്പിൽ ബാസി എന്ന വിപ്ലവകാരിയായ പ്രതിഭാധനായ എഴുത്തുകാരന്റെ നാടക സംവിധായകന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വരുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പോലുള്ള നാടകങ്ങൾ കേരളത്തിന്റെ ജനകീയ മനസ്സിനെ തന്നെ നേർദിശയിലേക്ക് സഞ്ചരിപ്പിച്ചു. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പിന്നീട് മുന്നോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ PJ ആന്റണി ആയാലും അതുപോലെ തന്നെ NN പിള്ളയായാലും പ്രൊഫഷണൽ നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൽ ഏറ്റവും നീതിയുക്തമായ കാര്യങ്ങൾ ഓരോ കാലത്തും എഴുതുകയും
അതിന്റെ രംഗഭാഷകൾ അരങ്ങിൽ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തവരാണ്. പക്ഷെ നമ്മളിപ്പോ ഒന്ന് പ്രൊഫഷണൽ നാടകത്തിന്റെ കാര്യങ്ങളൊന്ന് നോക്കുക. സപ്തരശ്മിയെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ തളം കെട്ടി നിൽക്കുന്ന കാര്യത്തെ കുറിച്ചുകൂടി പറയാതിരിക്കാൻ കഴിയുകയില്ല. പ്രൊഫഷണൽ നാടകം എവിടെയാണോ തിരുത്തപ്പെടാൻ നോക്കുന്നത് അതെല്ലാം അതിന്റെ ഒന്നും കാര്യമില്ല. പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ ഒരു അച്ച് വാർത്തെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ വാർത്തെടുക്കപ്പെട്ട അച്ച് ഇന്ന് ഉത്സവപ്പറമ്പുകളിൽ നടമാടുന്ന കച്ചവട നാടകങ്ങളെ നമ്മൾ പ്രൊഫഷണൽ നാടകം എന്ന് ഓമനപ്പേരിൽ വിളിച്ച് ആഘോഷിക്കുന്ന ഒരു സമയത്ത്, കച്ചവട സിനിമകളുടെയൊക്കെ മസാലകൾ ചേർത്ത് വെച്ച് ജനങ്ങളെ രസിപ്പിക്കാനും ചിരിപ്പിക്കുവാനും അത്തരം നാടകങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ എന്ത് രീതിയിലും ജനങ്ങളെ രസിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ തോപ്പിൽ ബാസിയും KT മുഹമ്മദും PJ ആന്റണിയെ പോലെ ധിക്കാരിയായ ഏറ്റവും കരുത്തനായിട്ടുള്ള എഴുത്തുകാരനും അതുപോലെ തന്നെ ഇത്തരം വ്യക്തികളൊക്കെ മുന്നോട്ട് വെച്ച പ്രൊഫഷണൽ നാടകവേദിയുടെ അന്തസ്സിനെയാണ് കളഞ്ഞു കുളിക്കുന്നത്. ഇവിടെ അത് മാറ്റപ്പെടേണ്ടത് ഗ്രാമീണ നാടകത്തിലൂടെയും പരീക്ഷണ നാടകത്തിലൂടെയും തെരുവരങ്ങിലൂടെയും അമേച്വർ നാടകങ്ങളിലൂടെയും ഒക്കെയാണ്. പക്ഷേ ജനസംസ്കൃതിയുടെ ആൾക്കാർ ഇത് കേൾക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം മുന്നോട്ട് വെക്കാനുണ്ട്. ഗ്രാമങ്ങളിൽ ഒരുപാട് നാടകം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഗോത്ര കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട്, കേരളത്തിന്റെ സമഗ്ര ഗോത്ര കലോത്സവവുമായി ബന്ധപ്പെട്ട് ഭാരത് ഭവന്റെ നേതൃത്വത്തിൽ നടന്ന എല്ലാ ഊരുകളിലും പോയിട്ട് അത്തരം കലാരൂപങ്ങൾ ചിത്രീകരിക്കുകയും അവർക്കൊപ്പം നിന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ കലാരൂപങ്ങൾ ചിത്രീകരിച്ച് ഓൺലൈനിലൂടെ കൊടുക്കുകയും അവർക്ക് സ്നേഹപാരിതോഷികമായി സാംസ്കാരിക വകുപ്പിന്റെ 3000 രൂപ പാരിതോഷികമായിട്ട് നൽകുകയും ഒക്കെ ചെയ്ത ഒരു സമയത്ത് അവിടുത്തെ നാടക പ്രവർത്തകർ എന്നെ ഒരു നാടകം കാണാൻ കൊണ്ടുപോയി. അതിമനോഹരമായിട്ട് ഗോത്രഭാഷയെയും ഗോത്ര സംഗീതത്തെയും അവരുടെ ഉപകരണങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിമനോഹരമായി കാടിനെയും പച്ചപ്പിനെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മണ്ണറിവുകളുടെ ഉത്സവം പോലെ അതിമനോഹരമായിട്ടുള്ള ഒരു നാടകം അവിടെ അവതരിപ്പിച്ചു. അപ്പൊ ഈ നാടകം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എത്രയായി ചെയ്തിട്ടെന്ന്. അവർ പറഞ്ഞു 2 കൊല്ലമായി ഈ നാടകം ചെയ്തു വെച്ചിട്ട്. അതിലുമുണ്ട് സപ്തരശ്മി. കാരണം അവിടെ എഴുതി വെച്ച നാടകങ്ങളിൽ അവരനുഭവിക്കുന്ന പൊതു പ്രശ്നങ്ങളെ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. വളരെ ഫയറുള്ള സംഭാഷണങ്ങൾ, അതിന്റെ ആവിഷ്കാരം ജനങ്ങൾക്കിടയിൽ നടക്കുന്നു. അത്തരം വെളിച്ചങ്ങൾ ഉപയോഗിക്കുന്നു, ചിരട്ടയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള താളക്രമീകരണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ എനിക്ക് വിഷമത്തോട് കൂടിയിട്ട് ഇവിടെ പറയാനുള്ളത്, എനിക്ക് അന്നും തോന്നിയ ഒരു വിഷമം, ഈ നാടകം എത്ര കളിച്ചു എന്ന് പ്രിയപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ അവർ വലിയ വിഷമത്തോടു കൂടിയാ പറഞ്ഞത്. ഒരുപാട് സമയമെടുത്ത് ചെയ്ത നാടകമാണ്. പക്ഷേ ആ നാടകം പല പ്രദേശങ്ങളായിട്ട് ഈ 2 വർഷത്തിനിടയിൽ 3 സ്ഥലത്താണ് ചെയ്തത്. നമ്മൾ ആലോചിക്കണം, അവർ ചെയ്ത നാടകത്തിന്റെ അരികിൽ പോലും എത്താൻ പറ്റാത്ത കച്ചവട നാടകങ്ങൾ കേരളത്തിൽ അരങ്ങ് തകർക്കുമ്പോൾ 200, 100, 150 വേദികളിൽ പരസ്യത്തിന്റെ ബലത്തിൽ മാത്രം, ഇവിടെയൊക്കെ ഏജന്റുമാരുണ്ട്. ഈ ഏജന്റുമാര് പറഞ്ഞു പൊലിപ്പിക്കുന്നതിന് അനുസരിച്ചിട്ടാണ് കേരളത്തിന്റെ കച്ചവട നാടകങ്ങൾ പ്രൊഫഷണൽ നാടകം എന്നുള്ള പേരിൽ നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പുതിയ തലമുറ, പൊതുവെയുള്ള ആൾക്കാർ കാണുന്നത് ഈ കച്ചവട നാടകമാണ് കൂടുതൽ. കാണപ്പെടേണ്ട നാടകം എവിടെയൊക്കെയോ മറഞ്ഞു പോകുന്നു. സപ്തരശ്മിയെ ഓർക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അതിനുവേണ്ടി ജീവിച്ച് മരിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. നാടകകലയുടെ ഏറ്റവും കരുത്താർന്ന കാര്യങ്ങൾ, അത്തരം ദർശനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞുപോയ ഒരാളാണ്. ജീവിതം തന്നെ അതിനു വേണ്ടിയിട്ട് ബലിയർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഓർമ്മ പറയുന്ന സമയത്ത് നമ്മുടെ ഗ്രാമീണ നാടകങ്ങൾ, നമ്മുടെ ഗോത്ര നാടകങ്ങൾ, നമ്മുടെ അമേച്വർ നാടകങ്ങൾ, പരീക്ഷണ രംഗത്ത് നവഭാവുകത്വത്തോടെ മുന്നോട്ട് കൊണ്ടുവരുന്ന പുതിയ ചലനങ്ങൾ, അതൊക്കെ എവിടെ വരെ എത്തുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സത്യത്തിൽ അത്തരം കാര്യങ്ങളുടെ അതിനെയൊക്കെ പുതുക്കാനുള്ള പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ജനകീയ നാടകവേദി അതിന്റെ കരുത്തോടുകൂടി മുന്നോട്ട് വരികയുള്ളൂ. സപ്തരശ്മിയെ പോലെയുള്ള വലിയ മനുഷ്യരുടെ തീ ഉള്ളിൽ കൊണ്ട് നടന്ന, വെളിച്ചം ഉള്ളിൽ കൊണ്ട് നടന്ന, അത് സമൂഹത്തിലേക്ക് ഊർജപ്രവാഹമായി പ്രസരിപ്പിച്ച വലിയ കലാകാരന്മാരുടെ ഓർമ്മകളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇത്തരം നാടകവേദിയെ വളരെ ശക്തമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ സാധിക്കണം. ഞാൻ ഇത് ഇവിടെ പറയുന്നതിന്റെ ഒരു കാര്യം, ജനസംസ്കൃതി അത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന വ്യക്തിത്വങ്ങളാണ്. കേരളത്തിന്റെ നമുക്കൊരു കൾച്ചറൽ പോളിസി പോലും
കേരളത്തിന് വേണ്ട രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം. ടി കെ രാമകൃഷ്ണ സഖാവിന്റെ ഒക്കെ കാലത്ത് നമുക്കൊരു കൾച്ചറൽ പോളിസി ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള ആലോചനകൾ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നാടകരംഗത്ത് നിൽക്കുന്ന, നാടകത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്താകുന്നു എന്നുള്ള അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്ക് വലിയ വിഷമം തോന്നും. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കൾച്ചറൽ പോളിസി രൂപപ്പെടുത്തുവാനും അതുപോലെ തന്നെ സഫ്തർ ഹാഷ്മി പറഞ്ഞതുപോലുള്ള നാടകങ്ങൾ, വലിയ ചെലവുള്ള നാടകങ്ങളല്ല സഫ്തർ ഹാഷ്മി ചെയ്തത്. ആ ചിലവ് എന്ന് പറയുന്നത് മനസ്സിലിട്ട് ഊതിക്കാച്ചിയെടുത്ത ചിന്തകളുടെ തീയായിരുന്നു. അതിലൂടെ ഹല്ലാബോലിലൂടെ പറഞ്ഞ കാര്യങ്ങളും മറ്റു നാടകങ്ങളും ജനങ്ങളോട് പറയേണ്ടുന്ന കാര്യങ്ങൾ എന്നും ഉറക്കെ ഒരു മടിയുമില്ലാതെ വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യൻ. ഇപ്പോ ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ നാടകവേദിയുടെ വക്താവായ അഗസ്റ്റോ പോളിനെ നമുക്ക് പറയാതെ പോകാൻ കഴിയുകയില്ല. അഗസ്റ്റോ പോൾ പറഞ്ഞതുപോലെ സഫ്തർ ഹാഷ്മിയുടെ നാടകം, ഇപ്പോ അഗസ്റ്റോ പോളിന്റെ ഒരു ഉദ്ധരണി ഉണ്ടല്ലോ, നാടകം എന്ന് പറയുന്ന ഓരോ നാടകവും ഓരോ റിഹേഴ്സലാണ് എന്നാണ് അഗസ്റ്റോ പോൾ പറയുന്നത്. ഈ നാടകങ്ങൾ വരാനിരിക്കുന്ന മാറ്റത്തെ, വിപ്ലവത്തെ ചേർത്ത് വെക്കുന്ന റിഹേഴ്സലുകളാണ് ഓരോ നാടകവും എന്ന് അടിച്ചമർത്തപ്പെട്ടവരുടെ നാടകവേദിയുടെ വക്താവായ അഗസ്റ്റോ പോൾ പറയുമ്പോൾ നമുക്ക് കരുത്തോടെ, നമുക്ക് ഏറ്റവും ശക്തമായിട്ട് പറയാൻ പറ്റുന്നത് സഫ്തർ ഹാഷ്മിയും മുന്നോട്ട് വെച്ചതും സ്വപ്നം കണ്ടതും ആ മാറ്റത്തെയാണ്. ആ മാറ്റത്തിൽ സമത്വപൂർണമായിട്ടുള്ള ഒരു ലോകം, ഒരതിരുമില്ലാത്ത ഒരു ലോകം, ഫാസിസം എന്ന് പറയുന്ന കെടുതിയുടെ കെട്ടകാലത്തിന്റെ ഒരു കാര്യം പോലും അരികിൽ പോലും എത്താത്ത ഒരു കാലത്തെയാണ് സഫ്തർ ഹാഷ്മി വരവേൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും അർപ്പിച്ചത്. പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ അത്തരം ഒരു നാടകവേദിയെ ഏറ്റവും ശക്തമായിട്ട്, ബാദൽ സർക്കാരൊക്കെ അത്തരം നാടകത്തിന്റെ പുതിയ രൂപപരിണാമങ്ങൾ ബംഗാളിലൊക്കെ ചെയ്തു പോയ ഒരു വലിയ കലാകാരനാണ്. ഈ തെരുവരങ്ങിന്റെ ഉശിര് എവിടെയോ കേരളത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ഊന്നി പറയാനാണ് ഞാനിത് പറയുന്നത്. കാരണം ഉള്ള നാടകങ്ങൾ നമ്മൾ ഇലക്ഷൻ വർക്കിന് വേണ്ടിയിട്ടോ മറ്റു കാര്യത്തിന് വേണ്ടിയിട്ടോ പ്രചരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ക്ലീഷേ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിലുള്ള ദാർശനികമായിട്ടുള്ള, ആശയപരമായിട്ടുള്ള, ഉൾക്കാഴ്ചയുള്ള ചിന്തകൾ എവിടെയൊക്കെയോ മാറിപ്പോയിരിക്കുന്നു, അതെവിടെയൊക്കെയോ അകന്നു പോയിരിക്കുന്നു. അത്തരം കാര്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തെരുവരങ്ങ് എന്ന് പറയുന്നതിന്റെ ഊർജമാണല്ലോ, ബോഡി മൈൻഡ് ആൻഡ് വോയിസ് എന്ന് പറയുന്ന അഭിനേതാവിന്റെ കരുത്താണ് അരങ്ങിൽ ഉണരുന്നത്. അവിടെ അഭിനേതാവിന്റെ വിയർപ്പിന്റെ മണവും ശ്വാസനിശ്വാസങ്ങളും സംഭാഷണങ്ങളുടെ ഉശിരും ഒക്കെ തീയായിട്ട് മനസ്സിലിങ്ങനെ നിൽക്കും. ആ തീയുടെ വേദനയും അതിൽ നിന്ന് നമ്മൾ എന്തേ മാറാത്തത് എന്ന് നമുക്ക് തോന്നുന്നതും, നമ്മൾ സമൂഹത്തെ അതിനു വേണ്ടിയിട്ട് മാറ്റാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിതം ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ ജനസംസ്കൃതി എന്ന് പറയുന്ന സംഘത്തിലുണ്ട്, ജനസംസ്കൃതി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയിലുണ്ട്. അത്തരം സംഘടനകൾ തെരുവരങ്ങുകളെ പുതിയ ശൈലിയിൽ, ഇപ്പം ഇന്റർനാഷണൽ ലെവലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തെരുവരങ്ങിനൊക്കെ പുതിയ ഭാഷകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഹ്യൂജ് പപ്പറ്റിന്റെ രീതിയിലേക്കും ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ രീതിയിലും ഈ രംഗസഞ്ചാരങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ രീതിയിലും ഇംപ്രൂവൈസ്ഡ് തിയേറ്ററും പെട്ടെന്ന് ഹാപ്പനിങ് ആയിട്ട് വരുന്ന കാര്യങ്ങളും ഈ അവിടെ ചുറ്റുമിരിക്കുന്ന പ്രേക്ഷകനെ തന്നെ കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന ഇന്ററാക്റ്റീവ് തിയേറ്ററിന്റെ ശൈലിയിലുമൊക്കെ നാടകവേദി പുതിയ പരീക്ഷണങ്ങൾ ലോകത്ത് നടത്തുന്നുണ്ട്. ഇമേഴ്സീവ് തിയേറ്ററിന്റെ ഒക്കെ ഒരു കാലഘട്ടം വന്ന സമയത്താണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. AI പോലുള്ള സാങ്കേതിക സാധ്യതകൾ നാടകത്തിലേക്ക് അർത്ഥയുക്തമായിട്ട് സന്നിവേശിപ്പിക്കുന്ന ഒരു കാലഘട്ടം വന്നു. ഇസ്രയേലിലെ ഹാംലെറ്റ് പോലുള്ള നാടകങ്ങൾ ഇമേഴ്സീവ് തിയേറ്ററിലൂടെ ചെയ്ത് വിജയകരമായി അവതരിപ്പിച്ചു. ഞാൻ പറയുന്നത് അത് വലിയ രീതിയിൽ അരങ്ങിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെരുവരങ്ങിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ആശയങ്ങളുടെ കരുത്താണ്, മനുഷ്യപക്ഷമാണ്. അത്തരം മനുഷ്യപക്ഷത്തെ ഏറ്റവും നന്മയോടെ ഉയർത്തിക്കാട്ടിയ ഒരു മനുഷ്യന്റെ ഓർമ്മയുടെ തണലിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ജനസംസ്കൃതി പോലുള്ള സംഘങ്ങൾ, അതുപോലെ തന്നെ നാടകത്തെ പ്രണയിക്കുന്ന, നാടകത്തെ ഇഷ്ടപ്പെടുന്ന നാടകവേദി ഇനിയും സമൂഹത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നും അത് സമൂഹത്തിന്റെ മനസ്സിനെ ഉഴുതുമറിച്ച് പുതിയ ചിന്തകൾക്ക് വിത്തുപാകി അവിടെ മനുഷ്യ നന്മ എന്ന് പറയുന്ന സമത്വത്തിന്റെ ഒരു നല്ല ലോകം പണിത് ഉയർത്തണമെന്നും ചിന്തിക്കുന്നവർ, എനിക്ക് അവരോട് പറയാനുള്ള ഒരു നാടകകലാകാരൻ എന്നുള്ള രീതിയിൽ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്റെ അഭ്യർത്ഥനയായി മുന്നോട്ട് വെക്കുന്നത് തെരുവരങ്ങിന്റെ പുതിയ ശൈലികളെ ആവിഷ്കരിക്കുന്ന,
പുതിയ രംഗഭാഷാ ശൈലികൾ, പുതിയ രീതിശാസ്ത്രങ്ങളെ ആവിഷ്കരിക്കുന്ന നാടകങ്ങൾക്കുള്ള ശില്പശാലകൾ നമ്മൾ സംഘടിപ്പിക്കണം. അത്തരം ശില്പശാലകളിൽ സഫ്ദർ ഹഷ്മിയെ പോലെ ഉള്ള വലിയ മനുഷ്യർ കൊളുത്തിവെച്ച എഴുത്തിന്റെ ഒരു വലിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിന്റെ ശക്തി സ്രോതസ് ഇപ്പോഴും മാറിപ്പോയിട്ടില്ല. എവിടെയാണ് സഫ്ദർ ഹഷ്മി തന്റെ നാടകരചന നിർവഹിക്കുന്ന സമയത്ത് സത്യസന്ധതയുടെ ഊർജം പ്രസരിപ്പിച്ചത്, ചങ്കൂറ്റത്തിന്റെ ഊർജം പ്രസരിപ്പിച്ചത്? അതിന്റെ മർമ്മം തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം ന്യൂക്ലിയറുകളെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള നാടകങ്ങളാണ് ഇനി അങ്ങോട്ടുണ്ടാകേണ്ടത്. അതിലൂടെ പറയണം നമ്മൾ മനുഷ്യന്റെ നല്ല കാലത്തിലേക്കുള്ള നമ്മുടെ ചിന്തകൾ. ആ ചിന്തകളെ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സഫ്ദർ ഹഷ്മി എന്ന് പറയുന്ന ഒരിക്കലും മറക്കാത്ത ഏറ്റവും സഫ്ദർ ഹഷ്മി ആ സമയത്ത് മരിച്ചത് കൊണ്ട് തന്നെ, നമ്മളിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ആ യുവത്വം, ആ തീയോടുകൂടിയാണ് എപ്പോഴും സഫ്ദർ ഹഷ്മിയെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക. ആ ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ചിരസ്മരണകളുടെ മുന്നിൽ നമുക്ക് ഏറ്റവും കരുത്തോടെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്, പുതിയ കാലത്തിന്റെ നാടക പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയുന്നത്, ഈ തെരുവരങ്ങിന്റെ ഊർജത്തെ ഏറ്റവും സത്യസന്ധമായിട്ട് പുതിയ ശൈലിയിൽ, പുതിയ ശില്പശാലയിൽ രൂപപ്പെടുന്ന പുതിയ ശൈലി, അതിന് ഇന്റർനാഷണൽ ലെവലിലൊക്കെയുള്ള നാടക പ്രയോക്താക്കളുടെ ക്ലാസുകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സഫ്ദർ ഹഷ്മിയുടെ രചനയുടെ കരുത്ത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള അവതരണങ്ങൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. കേരളമായാലും ഇന്ത്യയായാലും ഇത്തരം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ എവിടെയൊക്കെയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിരുകൾ തീർത്തുകൊണ്ടേയിരിക്കുകയാണ്, മനുഷ്യരെ വിഭജിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതൊക്കെയോ രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ പേരിൽ ഭരണയന്ത്രങ്ങളിൽ നമുക്കായി വാർത്തെടുക്കപ്പെട്ടവർ എന്തും ഏതും കാട്ടിക്കൂട്ടാമെന്നുള്ള ധാർഷ്ട്യത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു ദേശീയ സാഹചര്യത്തിൽ നമ്മൾ പ്രതികരിക്കാൻ, നമുക്ക് പറയാൻ ഏറ്റവും കരുത്താർന്ന, ഏറ്റവും ശക്തമായിട്ടുള്ള മാധ്യമം ജനകീയ കലയായ നാടകമാണ്. കാരണം നാടകം എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ ആ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട്, സഫ്ദർ ഹഷ്മി എന്ന സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ തെരുവരങ്ങിന്റെ കനലുകളെ കെടാതെ കാത്തു സൂക്ഷിക്കാം. അതിന് ജനസംസ്കൃതി പോലുള്ള സാംസ്കാരിക സംഘടനകൾക്ക് ശക്തിയുക്തം മുന്നോട്ട് പോകാൻ കഴിയും. അതിലൂടെ അത്തരം കാര്യങ്ങളെ പുതിയ രൂപഭേദങ്ങളിലൂടെ നിർമ്മിച്ചെടുക്കുവാൻ ജനസംസ്കൃതിക്ക് സാധിക്കും. നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ജനസംസ്കൃതിക്ക് ഒപ്പം നിൽക്കുമ്പോൾ അതിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിലൊക്കെ ഒരാള് എന്ന് പറയുന്നതിലൊക്കെ എനിക്ക് വലിയ അഭിമാനമാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം ഒരു നാടക കലാകാരനായി ഞാനും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഫ്ദർ ഹഷ്മിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കെടാതെ സൂക്ഷിക്കുവാൻ ഉള്ള ശ്രമങ്ങൾ ഈ ഉള്ളവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം, നന്മ. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. നമ്മുടെ ശ്രീ പ്രമോദ് പയ്യന്നൂരിനെ കുറിച്ച് ഞാൻ ലേറ്റ് ആയത് കാരണം തുടക്കത്തിൽ പറഞ്ഞില്ല. കാരണം എല്ലാവരും അദ്ദേഹം പറയുന്നത് കേൾക്കാൻ കാത്തു നിൽക്കുന്നു. കേരള സാംസ്കാരിക വകുപ്പിന്റെ ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറിയാണ് അദ്ദേഹം. അതിൽ ഉപരി എഴുത്തുകാരനാണ്, നാടക പ്രവർത്തകനാണ്, സംവിധായകനാണ്, സിനിമാ സംവിധായകനാണ്. അതിലൊക്കെ ഉപരിയായിട്ട് 2005 തോന്നുന്നു KPSCയുടെ ദ്രാവിഡ വൃത്തം എന്ന നാടകം അദ്ദേഹമാണ് സംവിധാനം ചെയ്ത് ഡൽഹിയില് മയൂർ ഫെസ്റ്റിവലില് 2500-ലധികം ആൾക്കാരുടെ മുന്നിലാണ് ആ നാടകം. നമുക്കൊരു പേടി ഉണ്ടായിരുന്ന, ഇന്റർവെല്ലിലൊക്കെ ആൾക്കാർ പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കഴിയുന്നവരെ വളരെ നാട്ടിൽ നിന്നുള്ള ഒരു നാടകം, അത്രയും വലിയൊരു നാടകം അവതരിപ്പിച്ച ഒരു പുതിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷം പൈതൃകോത്സവം, കേരള സർക്കാരിന്റെയും ഡൽഹി സർക്കാരും സംയുക്തമായി നടത്തിയ പൈതൃകോത്സവത്തിന്റെ ചുക്കാൻ പിടിച്ചതും പ്രമോദ് പയ്യന്നൂരായിരുന്നു. അപ്പോൾ നമ്മൾ സംഘടനയുടെ, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സംഘടനയുടെ ഭാഗം തന്നെയാണ് പ്രമോദ് പയ്യന്നൂർ. അതൊരു സംശയവുമില്ല. നാടകത്തിന്റെ ഡൽഹിയിലൊക്കെ നാടക പ്രവർത്തനം നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഈ കേരളത്തിലുള്ള ഒരു സാധ്യതകൾ കുറവാണ് റിഹേഴ്സലിനൊക്കെ. ഇപ്പോഴും റിഹേഴ്സൽ ചെയ്യുന്ന പലരും ഇതിൽ കൂടിയിട്ടുണ്ട്. പൊതുവെ പാർക്കിലൊന്നും, പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ പാർക്കിലൊന്നും ഒരു റിഹേഴ്സലോ ഡയലോഗുകളോ പുറത്ത് പറയാനും കൂടി പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും എന്തായാലും നമ്മള് ഇത്തവണ 11ഓളം നാടകങ്ങൾ മുതിർന്നവരുടെ വിഭാഗത്തിലുണ്ട്, അത്ര തന്നെ കുട്ടികളുടെ വിഭാഗത്തിലുണ്ട്. നല്ലൊരു നാടകോത്സവം. അതുപോലെ തന്നെ ചെറുപ്പക്കാര്, താങ്കൾ പറഞ്ഞ പോലെ ചെറുപ്പക്കാരുടെ വലിയൊരു, ഇവിടെ നടക്കുന്ന നാടകങ്ങൾ പലതും സംവിധാനം ചെയ്യുന്നത് പുതിയ ചെറുപ്പക്കാർ തന്നെയാണ്. അതും ഒരു സന്തോഷമുള്ള കാര്യം പങ്കുവെക്കുകയാണ്. പിന്നെ സ്ട്രീറ്റ് പ്ലേ, തെരുവ് നാടകം നമ്മുടെ സർഗോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരനെ എഴുതി സംവിധാനം ചെയ്യുന്ന സ്ട്രീറ്റ് പ്ലേകളുണ്ട്. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കൂടുതൽ ഇന്ന് മാലശ്രീ ആശ്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ അവര് പറഞ്ഞത് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള പുതിയൊരു നാടകം അവര് ചെയ്തതിനെ കുറിച്ചാണ്. അപ്പൊ അതും കൂടി ഒന്ന് പങ്കുവയ്ക്കാണ്. കൂടെ നമ്മൾ ഒരു കുറച്ചു നേരം ഒരു ഇന്ററാക്ഷൻ സമയം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. കുറച്ചു നേരം.
മൂന്നാല് ചോദ്യങ്ങൾ. പെട്ടെന്ന് പെട്ടെന്ന് അദ്ദേഹം വീട്ടിലെത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പറമ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ചെറിയ ചോദ്യങ്ങൾ, ഒരു 3-4 ചോദ്യങ്ങൾ പ്ലീസ്. പെട്ടെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചോദ്യങ്ങൾ. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കും. ആരും ചോദിക്കുന്നില്ല? വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പറഞ്ഞതാണ്, നിങ്ങളെ ബോറടിപ്പിച്ചില്ല എന്നാണ് എന്റെ വളരെ കൃത്യമായിട്ട് സംസാരിച്ചു. അതായിരിക്കും ചിലപ്പോൾ. ആരും ചോദിക്കുന്നില്ല? അല്ലെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്കെന്നാ അദ്ദേഹത്തിന് നാട്ടിൽ നല്ല മഴ ഉണ്ടാവും, വീട്ടിലെത്തേണ്ടതാണ്. നമുക്ക് അദ്ദേഹം ഡൽഹിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ആരാ ഹാൻഡ് റൈസ് ചെയ്യുന്ന സുധാകരൻ. നമസ്കാരം. എനിക്ക് നാടകത്തെ കുറിച്ചൊന്നും ചോദിക്കാനില്ല. ഇന്ന് നടന്ന പ്രേം നസീർ പുരസ്കാരം നൽകിയതിൽ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സുനിൽ ചെറുകാട് എന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഇത് കാണാൻ വേണ്ടി എനിക്ക് പ്രത്യേകം മെസ്സേജ് അയച്ചിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. അതൊന്ന് അതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. ഇത് പറയാൻ വേണ്ടി വിളിച്ചേട്ടോ. ഓക്കെ ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നന്ദി അറിയിക്കുന്നതിന് ജനസംസ്കൃത ജോയിന്റ് സെക്രട്ടറി രാധാചന്ദ്രൻ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഒപ്പം പ്രമോദ് സാർ നമസ്കാരം. അപ്പോ ഓർമ്മയുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ മലയാണ്മയില്, മലയാളം മിഷന്റെ മലയാണ്മയില് നമ്മൾ സംസാരിച്ചിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പോ അതില് പ്രധാനമായും ഭാഷാ പഠനം നാടക കലയിലൂടെ എന്ന വിഷയം പ്രമോദ് സാർ വളരെ കൃത്യമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതില് 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം 7000-ൽ പരം ഭാഷകൾ ഉള്ളതില് ഏറ്റവും മനോഹരമായ ഭാഷ ദൃശ്യകലയാണെന്ന് അങ്ങ് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോ അതിൽ തന്നെ ഏറ്റവും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് നമ്മുടെ മാതൃഭാഷയാണെന്നും നമ്മളെ മലയാളികളെ സംബന്ധിച്ച് അത് അമ്മ മലയാളമാണെന്നും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് തൊട്ട് അമ്പരെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പോ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ സപ്തരാഷ്ട്രീയ നാടക മത്സരത്തിന്റെ മുന്നോടിയായിട്ട് ജനസംസ്കൃതി നടത്തിയ ഈ ഒരു വെബിനാറില് ഇന്ന് 4 വളരെ പ്രതിഭാധനന്മാരായ 4 കലാകാരന്മാരാണ് ഇവിടെ വരേണ്ടിയിരുന്നത്. അതായത് സമകാലിക സാമൂഹ്യ രാഷ്ട്രീയ വസ്തുതകൾ സാധാരണക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അത് അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങളെ രചിച്ച് അത് ആ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്ന ഒരു വ്യക്തികളായിരുന്നു 4 പേരും. അത്തരത്തില് വ്യക്തമായ ശക്തമായ മാനവികതയുടെ നിലപാടുള്ള വ്യക്തികളായിരുന്നു നിങ്ങൾ 4 പേരും. പക്ഷെ അതില് 3 പേർക്കും സാങ്കേതികമായിട്ടുള്ള പെട്ടെന്നുള്ള ചില ഷെഡ്യൂളിന്റെ വ്യത്യാസം കൊണ്ട് വരാൻ പറ്റിയില്ല. എന്നിരുന്നാലും പ്രമോദ്ജി 1 മണിക്കൂർ കഴിഞ്ഞാണ് വന്നതെങ്കിലും ഒരു നദി ഒഴുകുന്നത് പോലെ, ഒരു നദി ഒഴുകി വരുമ്പോ പല പല പ്രതലങ്ങൾ മാറി മാറിയാണ് ഒഴുകുന്നത്. ചില കാട്ടിലൂടെയും കുന്നും കുഴിയിലൂടെയും ഇങ്ങനെ ഒഴുകുന്ന അതുപോലെ ഒരു പ്രഭാഷണം, ഈ 40 മിനിറ്റിന്റെ ഒരു പ്രഭാഷണം എന്ന് പറയുമ്പോൾ നാടകത്തിന്റെ ഏതാണ്ടൊക്കെ പല തലങ്ങളും സ്പർശിച്ചു കൊണ്ടൊരു നദി ഒഴുകും പോലെ ഒഴുകുന്ന ആ ഒരു വളരെ കൃത്യമായിട്ടുള്ള പ്രഭാഷണമാണ് ഇന്ന് പ്രമോദ്ജിയുടെ കാഴ്ചവെച്ചത്. വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഏപ്രിൽ 12, 1954 ജനിച്ച് തന്റെ 19ാമത്തെ വയസ്സില് ജനനാട്യ മഞ്ച് എന്ന തെരുവ് നാടക ഗ്രൂപ്പിലൂടെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെത്തിയ സപ്തരാഷ്ട്രി
തന്റെ തെരുവ് നാടക ഗ്രൂപ്പിലൂടെ സമകാലിക സാമൂഹ്യ രാഷ്ട്രീയ വസ്തുതകൾ സാധാരണക്കാരുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് 1989 തന്റെ 34-ാമത്തെ വയസ്സില് ധീര രക്തസാക്ഷിത്വം വഹിച്ച ആ ഒരു വ്യക്തിയെ ഇന്ന് ജനസംസ്കൃതി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ജനസംസ്കൃതി നാടകങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് 32 വർഷം പിന്നിടുകയാണ്. ഇന്ന് ജനസംസ്കൃതി ഈ ഒരു നാടകാവതരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 33-ാമത്തെ വർഷത്തിന്റെ നിറവിലാണ് ഇന്ന് നിൽക്കുന്നത്. അതിലൂടെ ജനസംസ്കൃതി കൈവരിച്ചത് ചില്ലറയൊന്നുമല്ല. കാരണം അന്ന് 32 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നാടകപ്രവർത്തകർ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ജനസംസ്കൃതിയിലൂടെ വളർന്നു വന്ന നാടക പ്രവർത്തകരാണ് ഇന്ന് സിനിമയിൽ പോലും അഭിനയിക്കുന്നതും സിനിമയ്ക്ക് കഥ എഴുതുന്നതും ഒക്കെ ആക്കി തീർക്കാനായിട്ട് ജനസംസ്കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ജനസംസ്കൃതിക്ക് ഒരു സംശയമില്ല. കാരണം അന്നൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാടക രംഗത്തേക്ക് വരാൻ മടിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ഡൽഹി NCR മേഖലയിലെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചിന് നാടകത്തിന്റെ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാല് അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല എങ്കിൽ ആ സ്ക്രിപ്റ്റ് മാറ്റുന്ന ഒരവസ്ഥയിൽ കൊണ്ടുവരുന്നുണ്ട്. അത്രയും ഇന്ന് ഡൽഹി NCR മേഖലയിലെ നാടക പ്രവർത്തനങ്ങളിൽ ജനസംസ്കൃതി വളരെ കൃത്യമായിട്ടും ശക്തമായിട്ടുള്ള പങ്ക് വഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ വളരെ സമൂഹത്തിന്റെ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ തിന്മകൾ എന്താണെന്ന് സമൂഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന വളരെ പുരോഗമന ആശയങ്ങളുള്ള സ്ക്രിപ്റ്റുകളാണ് ജനസംസ്കൃതി ശബ്ദരാഷ്ട്രീയുടെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതും ആ സ്ക്രിപ്റ്റുകളാണ് സെലക്ട് ചെയ്യുന്നതും. ഇന്ന് ഈ വർഷവും 13 സ്ക്രിപ്റ്റുകളോളം ജനസംസ്കൃതി കിട്ടിയിട്ടുണ്ട്. മുതിർന്നവരുടെ നാടകത്തിലും കുട്ടികളുടെ നാടകത്തിലും 12-13 സ്ക്രിപ്റ്റുകൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ 13 നാടകങ്ങളും ഒരു ദിവസം അവതരിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ജനസംസ്കൃതിയുടെ നാടക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും വളരെ സന്തോഷം, വളരെ വളരെ അഭിമാനത്തോടു കൂടി എനിക്കും പറയാനുണ്ട്. കാരണം ഹല്ലാബോൽ എന്ന് പറയുന്ന നാടകം ബദർപൂർ എന്ന് പറയുന്ന ബ്രാഞ്ച് അവതരിപ്പിക്കുമ്പോൾ ദിർഷാദ് ഗാർഡനിൽ നിന്ന് 30ഓളം ദിവസങ്ങളിൽ ബദർപൂരിൽ പോയി ആ നാടകം ത്തിൽ പങ്കെടുക്കാനായിട്ട്, അതിന്റെ ഒരു ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദരാഷ്മിയുടെ ഹല്ലാബോളിനെ കുറിച്ച് കൂടുതൽ ഒരു നാടകത്തിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നാടകത്തിന്റെ ആ ഒരു കാന്ത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹല്ലാബോളിനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം ഇത്രയും നല്ലൊരു പ്രഭാഷണം ഇവിടെ കാഴ്ചവെച്ചതിലും. എന്തായാലും ഇത്രയും നേരം ആൾക്കാർ ഒരുപാട് നേരം 1 മണിക്കൂറോളം അങ്ങ് ഇവിടെ കാത്തിരുന്നു. അത് ഒരിക്കലും അവർക്കൊരു നഷ്ടമായില്ല എന്നുകൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ജനസംസ്കൃതിയുടെ പേരിൽ അങ്ങേക്ക് ഈ ഒരു പ്രഭാഷണം നടത്തിയതിൽ എല്ലാവർക്കും വളരെ ഹൃദ്യമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും നല്ലൊരു പ്രഭാഷണം കാഴ്ചവെച്ചതിൽ ജനസംസ്കൃതിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ജനസംസ്കൃതി ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് AK, ജനസംസ്കൃതി പ്രസിഡന്റ് ശ്രീ വിനോദ് കമ്മളത്ത് ഇവിടെ ഇത്രയും നേരം അതിലെല്ലാം ഉപരി 1 മണിക്കൂറോളം ഇവിടെ അക്ഷമരായിട്ട് കാത്തിരുന്ന ഈ ഒരു പ്രഭാഷണം കേൾക്കാൻ കാത്തിരുന്ന ഓരോ നാടക പ്രവർത്തകർക്കും ഓരോ കലാകാരന്മാർക്കും ഓരോ ജനസംസ്കൃതിയിലെ ഓരോ അംഗങ്ങൾക്കും ജനസംസ്കൃതിയുടെ പേര് നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Thank you so much. Mute ആണ്.